ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ? ഇന്ന് കർക്കിടകം 1 രാമായണ മാസം ആരംഭിച്ചു. അപ്പോൾ കുറേ നാളായി വിചാരിക്കണമെന്ന് അമ്പലത്തിൽ പോകണമെന്ന്. അപ്പോൾ ഇന്ന് തൊട്ടാകുമ്പോൾ ഒരു നല്ലതല്ലേ, സർവൈശ്വര്യങ്ങൾക്കും നല്ലതാണിന്ന്. ഞാൻ വീട്ടിൽ വിളക്കൊക്കെ കൊളുത്തി ഇതെൻ്റെ മോളും എണീറ്റു, മോളും കുളിച്ച് വിളക്കൊക്കെ തൊഴുത്ത് ഞങ്ങളത് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോവാണ്. ചിറ്റേത്ത് മഹിഷാസുരമർദ്ദിനി ക്ഷേത്രമാണ്. അപ്പോൾ നമുക്കൊന്ന് ക്ഷേത്രത്തിലേക്ക് പോവാം കേട്ടോ. അപ്പം ഞാനും മോളും മാത്രമാണ് അമ്പലത്തിലേക്ക് വന്നത്. മോനാണെങ്കിൽ ഇന്ന് പനി. അപ്പോൾ മോൻ പറഞ്ഞു ഞാനില്ലമ്മ എന്നും പറഞ്ഞു. അപ്പം ഞാനും മോളും കൂടിയിട്ട് അമ്പലത്തിലേക്ക് വന്നത്. അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് ഒന്ന് വിഷ്ണു അമ്പലം വരെ ഒന്ന് പോയാലോ എന്ന്. അതും തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം, കുറച്ച് വഴിയുള്ളൂ പോകാൻ. നമ്മുടെ അടുത്ത് തന്നെയാണ് അമ്പലം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് വിഷ്ണു അമ്പലത്തിലേക്ക് വന്ന് അവിടെ നെയ്വിളക്കും തൃക്കൈ വെണ്ണയൊക്കെ ഞങ്ങൾ കഴിപ്പിച്ചു. അപ്പോൾ മോള് നെയ്വിളക്ക് കത്തിക്കാണ് തൊഴുത്ത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിലേക്കൊക്കെ വരാനായി. വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങളത് അവിടെ ഒരു തട്ടിലാണ് കേട്ടോ വിളക്കൊക്കെ വയ്ക്കുക. ഞാനും വെച്ചു, മോളും വെച്ചു, പ്രാർത്ഥിച്ചത് അവിടെ കണ്ടോ ഒരു തട്ടിൽ വിളക്കൊക്കെ കത്തിച്ച്. പിന്നെ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും മോളും മാറി മാറിയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പിന്നെ കാലത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. ഞങ്ങൾ വരുമ്പോഴേക്കും കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞു. പിന്നെ സ്കൂളിൽ പോണ സമയമായില്ലേ, അപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞു. പിന്നെ മോനും മോളും ക്ലാസ്സിൽ പോയിട്ടൊന്നുമില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ച്, മോളും പറഞ്ഞു നമുക്ക് അമ്പലത്തിൽ പോവാന്ന്. അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ വന്നത്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ഇത്തിരി മഴ കുറവുണ്ട്. പക്ഷെ ഞങ്ങൾ തൊഴുത്തൊക്കെ ഇറങ്ങാറായപ്പോഴേക്കും മഴക്കാറ് വന്നു കേട്ടോ. മഴയൊക്കെ പെയ്യാറായി. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു യക്ഷിക്കാവും കൂടിയുണ്ട്. ശ്രീരാമപുരം യക്ഷിക്കാവ് എന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ വിഷ്ണു അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് വരുന്നവരൊക്കെ ഈ യക്ഷിക്കാവിലേക്കും കൂടി പോയി തൊഴും. അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നാഗത്തമാരുടെ ഒരു അമ്പലമുണ്ട്, അതുപോലെ നവഗ്രഹങ്ങളുടെ അമ്പലമുണ്ട്. അത് ഉത്സവമൊക്കെ ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ. എനിക്കിങ്ങനെ വോയിസ് ഓവർ കൊടുക്കാനൊന്നും അറിയില്ല കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. ഞങ്ങൾ യക്ഷിക്കാവിലേക്ക് എത്തിയിട്ടോ. യക്ഷിക്കാവിൽ നാഗങ്ങളുടെ അമ്പലത്തിലാണ് ഞങ്ങൾ ആദ്യം വന്നത്. അവിടെ വന്ന് തൊഴുത്തതിന് ശേഷം നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ വന്നു തൊഴുത്തു. ഇവിടെ ഞങ്ങൾ വേഗം പ്രദക്ഷിണമൊക്കെ വെച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. മഴ വരാറായി. ഞങ്ങൾ പ്രദക്ഷിണമൊക്കെ വെച്ച് ഞങ്ങൾ തൊഴുത് ഞങ്ങൾ തിരിച്ച് വിഷ്ണു അമ്പലത്തിൽ വന്ന് അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങി ഇപ്പോൾ വീട്ടിൽ പോവാണ് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴ വരാറായി, മഴക്കാറൊക്കെ കാണാനുണ്ട്. ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസുകളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.